ഇപ്പോഴത്തെ ജനറേഷനിൽ നമ്മൾ എല്ലാവരും കേൾക്കുന്ന ഒരു വേർഡാണ് ഗ്ലൂട്ടാത്തയോൾ. ആക്ച്വലി ദാറ്റ് ഇസ് എൻസൈം. ആ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറിൽ നിന്നാണ്. ഈ അക്യുപഞ്ചർ എന്ന് പറഞ്ഞൊരു മെഡിക്കേഷൻ ഒരുപാട് റിസ്ക് എലമെന്റ്സ് ഉണ്ടോ? പ്രത്യേകിച്ച് ഞാൻ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് പറയാൻ ഞാൻ ആളല്ല. നമ്മൾ ആരെയും പ്രൊമോട്ട് ചെയ്യാറില്ല വീട്ടിൽ തന്നെ പ്രസവിക്കണം, അങ്ങനെ ഒന്നുമില്ല. ചില ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ നമ്മൾ അങ്ങോട്ട് പ്രസവിക്കാൻ പോലെ ഇങ്ങോട്ട് പൈസ തരും. കുട്ടി സുരക്ഷിതമായിരിക്കണം, നമ്മളും സുരക്ഷിതമായിരിക്കണം. അക്യുപഞ്ചർ മീൻസ് ഹോൾ ബോഡിയിലാണ് നമ്മുടെ പോയിന്റ്സ് വരുന്നത്. ദാറ്റ് ഇസ് ചൈനീസ് ട്രീറ്റ്മെന്റ്. സുജോക്ക് ഇസ് ദ കൊറിയൻ ട്രീറ്റ്മെന്റ്. സു മീൻസ് ഹാൻഡ്സ് ആൻഡ് ജോക്ക് മീൻസ് ഫൂട്ട് എന്നാണ് അർത്ഥം. അത്തരം നീഡിൽസ് നമ്മുടെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യാം. ഒരുപാട് നീഡിൽസ് ഉപയോഗിക്കുമ്പോൾ പെയിൻഫുൾ ആണോ? ഇല്ല, ഒട്ടും പെയിൻഫുൾ അല്ല. കാരണം മുടി നാരിന് അത്ര തിക്നെസ്സേ ഉള്ളൂ, ഒട്ടും പെയിൻ അല്ല. തൈറോയ്ഡ് പ്രോബ്ലംസ് ഉള്ള ഒരാൾ സാധാ ഒരു പേപ്പർ ടാപ്പ് ഉണ്ടല്ലോ, സർജിക്കൽ ടാപ്പ്, അതിൻ്റെ അകത്ത് കുറച്ച് കുരുമുളക് എടുക്കാം, ഇവിടെ വെച്ചിട്ട് നമ്മളൊന്ന് എന്ത് ചെയ്യാം, ടാപ്പ് ചെയ്യാം. അക്യുപഞ്ചർ മാത്രമായിട്ട് വെൽനസിന്റെ ഭാഗമായിട്ട് ചെയ്യാം. അക്യുപഞ്ചറിൽ എന്താണ് ആക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമ്മ്യൂണിറ്റീനെ കൂട്ടാൻ പറ്റും. ഒരു പേഷ്യന്റിന് ഒന്നോ അതിലധികമോ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ അഞ്ചോ അതിലധികമോ 10 അതിലധികമോ നീഡിൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. മാം, എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ മാത്രമാണോ അക്യുപഞ്ചർ ചെയ്യാൻ കഴിയുക? അതല്ലാതെ നമുക്ക് ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ഇനിയൊരു ഫ്യൂച്ചറിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് കരുതിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമുക്കിപ്പോ ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. അതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മളൊരു വെൽനസ് പാക്കേജ് പോലെയാണ് അത് ചെയ്യുക. ഒന്നിരിക്കൽ വെൽനസ് ആയിട്ട് അക്യുപഞ്ചർ മാത്രമായിട്ട് വെൽനസിന്റെ ഭാഗമായിട്ട് ചെയ്യാം. ഇല്ല, നമുക്ക് അവിടെ ഒരു പാക്കേജ് പോലെ ഉണ്ട്. സ്റ്റീം ബാത്ത്, അക്യുപഞ്ചർ, ഹെഡ് മസാജ്, റിഫ്ലക്സോളജി, ഡീടോക്സിഫിക്കേഷൻ, അതുപോലെ തന്നെ അങ്ങനെ പല രീതിയിലുണ്ട്. അങ്ങനെ ഉള്ളവരെയും ഒരു ദിവസം കൊണ്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അതിലെന്താണ് അക്യുപഞ്ചറിൽ എന്താണ് ആക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമ്മ്യൂണിറ്റീനെ കൂട്ടാൻ പറ്റും. അപ്പൊ രോഗപ്രതിരോധ ശേഷിനെ കൂട്ടിക്കഴിഞ്ഞാൽ രോഗം വരാനുള്ള ടെൻഡൻസി കുറയും. മാം, ഈ ഇടയ്ക്ക് നമ്മൾ ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു, ഈ അക്യുപഞ്ചർ റിലേറ്റ് ചെയ്തിട്ട് ഒരു ഡെത്ത് ന്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതെ. അപ്പൊ ഈ അക്യുപഞ്ചർ എന്ന് പറഞ്ഞൊരു മെഡിക്കേഷൻ ഒരുപാട് റിസ്ക് എലമെന്റ്സ് ഉണ്ടോ? ആക്ച്വലി ദാറ്റ് വേർഡ് ഈസ് ആക്ച്വലി റോങ്. ദാറ്റ് ഈസ് നോട്ട് എ മെഡിക്കേഷൻ. അതാണ് ഔഷധരഹിത ചികിത്സ എന്ന് പറയുന്നത്. കാരണം ഡ്രഗ്ലെസ് ട്രീറ്റ്മെന്റ് എന്താ പറയാ. അപ്പോൾ പല രീതിയിൽ അറിയാലോ. നമുക്കിപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന പക്ക TCM ആണ്, ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ. അതിൽ ഒരു പേഷ്യന്റിന് ഒന്നോ അതിലധികമോ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ അഞ്ചോ അതിലധികമോ 10 അതിലധികമോ നീഡിൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ചില കേസസിൽ അങ്ങനെയല്ല, അവർ കംപ്ലീറ്റ്ലി മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യും. അത് എനി സിസ്റ്റം ഓഫ് മെഡിസിൻസിന്റെ, ഈവൻ നമുക്കിപ്പോൾ പറയാം അലോപ്പതി ചിലപ്പോൾ സൈഡ് എഫക്ട്സ് ഉണ്ടെന്നൊക്കെ. പക്ഷെ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കാണ്ട് അതിന്റെ ഫാർമസ്യൂട്ടിക്കൽ എന്താണെന്നും ഒന്നും അറിയാണ്ട് സൈഡ് എഫക്ട്സ് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ സൈഡ് എഫക്ട്സ് ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. പ്രത്യേകിച്ച് ഞാൻ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് പറയാൻ ഞാൻ ആളല്ല. അപ്പൊ അവർ മെഡിസിൻസ് ഒക്കെ നിർത്തുക, ചിലര് നോർമൽ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രസവത്തിനെ പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന അക്യുപഞ്ചറുമായിട്ട് യാതൊരു വിധ ബന്ധവുമില്ല. നമ്മൾ ആരെയും പ്രൊമോട്ട് ചെയ്യാറില്ല വീട്ടിൽ തന്നെ പ്രസവിക്കണം, അങ്ങനെ ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു അമ്മയാണ്, സ്ത്രീയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃത്വം എന്ന് പറയുന്നത് വളരെ പരിശുദ്ധമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ആ ഒരു സാധനത്തിന് നമ്മൾ പ്രത്യേകിച്ച് നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ അടുത്തൊരു ജന്മത്തിന് ജന്മം കൊടുക്കുക. അപ്പൊ കുട്ടി സുരക്ഷിതമായിരിക്കണം, നമ്മളും സുരക്ഷിതമായിരിക്കണം. അതിന് സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങൾ ഇന്നിപ്പോ ചുറ്റും ഉണ്ടല്ലോ. നമുക്ക് ചില ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ നമ്മൾ അങ്ങോട്ട് പ്രസവിക്കാൻ പോലെ ഇങ്ങോട്ട് പൈസ തരും. അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമ്മളുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഹെൽത്ത് സെക്ടർ, മോഡേൺ ഹെൽത്ത് സെക്ടർ എന്ന് പറയുമ്പം വളരെ ഇന്ന് വികസിച്ചിരിക്കുന്നു, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടിരിക്കുന്നു. കാരണം റോബോട്ട് സർജറി ചെയ്യുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് കോമൺ സെൻസ് ഇല്ലേ, നമ്മുടെ ജീവന് അപായമാവുന്ന രൂപത്തിലുള്ള ഒന്നും ചെയ്യരുതെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാം. പിന്നെ ചിലപ്പോൾ റിലീജിയൻസിന്റെ ഭാഗമായിട്ടൊക്കെയാണ് അവർ ചിലതിനെ കാണുന്നത്. അത് നമുക്കൊന്നും ചെയ്യാനില്ല. അക്യുപഞ്ചർ പോലെ തന്നെ മാം വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് സുജോക്ക് എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് തമ്മില് ഒരുപാട് തെറ്റിദ്ധാരണകൾ ആൾക്കാരുടെ ഇടയിലുണ്ട്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുക? ആക്ച്വലി സുജോക്ക് മീൻസ് SUJOK എന്നാണ് സ്പെല്ലിംഗ്. സു മീൻസ് ഹാൻഡ്സ് ആൻഡ് ജോക്ക് മീൻസ് ഫൂട്ട് എന്നാണ് അർത്ഥം. അപ്പോ ആ അക്യുപഞ്ചർ മീൻസ് ഹോൾ ബോഡിയിലാണ് നമ്മുടെ പോയിന്റ്സ് വരുന്നത്. ദാറ്റ് ഈസ് ചൈനീസ് ട്രീറ്റ്മെന്റ്. സുജോക്ക് ഇസ് ദ കൊറിയൻ ട്രീറ്റ്മെന്റ്. അപ്പൊ കൊറിയൻ ലാംഗ്വേജിൽ സു മീൻസ് ഹാൻഡ്സ് ആൻഡ് ജോക്ക് മീൻസ് ഫൂട്ട് എന്നാണ് അർത്ഥം. അപ്പൊ നമ്മുടെ ഹോൾ ബോഡി, ഇപ്പോ ഇന്റേണൽ ഓർഗൻസ് ആയിക്കോട്ടെ, നമ്മുടെ പ്രൊട്രൂഡിങ് പാർട്സ്, കൈ, കാലുകൾ, ഇതെല്ലാം നമ്മുടെ കൈകളിലാണ് വരുന്നത്. അപ്പൊ ഈ സുജോക്ക് പഠിക്കാൻ ഭയങ്കര ഈസിയാണ്. കാരണം അതൊരു ലെവൽ ബേസ്ഡ് കോഴ്സ് ആണ്, ഇയർ ബേസ്ഡ് കോഴ്സ് അല്ല. ആർക്കും ഒരു ഹോം റെമഡീസ് എന്നുള്ള രീതിയിൽ ആർക്കും പഠിക്കാവുന്ന ഒരു കോഴ്സാണ് സുജോക്ക് എന്നുള്ളത്. അപ്പൊ അത് നമ്മുടെ കൈകളിൽ തന്നെയാണ് വരുന്നത്. ഇപ്പൊ നമുക്ക് അതിൽ വരുന്നതാണ് സീഡ് തെറാപ്പി, ലീഫ് തെറാപ്പി, മാഗ്നറ്റിക് തെറാപ്പി, കളർ തെറാപ്പി. നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പം ഒരു അതിശയം തോന്നും, അല്ലെങ്കിൽ ഒരു
പുച്ഛം തോന്നാം, രണ്ടും തോന്നാം ഇത് കേൾക്കുമ്പോൾ. കാരണം കുറച്ച് പനിക്കൂർക്ക ഇല എടുത്തിട്ട് നമ്മുടെ കൈകളുടെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ കഫക്കെട്ട് മാറും എന്നൊക്കെ പറഞ്ഞാൽ എന്റെ ഒത്തിരി വൈറലായ ഒരു വീഡിയോ ആണത്. മില്യൺ കണക്ക് വ്യൂസ് പോയിട്ടുള്ളതാണ്. അതാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ അത് ചെയ്തിട്ട് ലിറ്ററലി ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടി, കമന്റ് ബോക്സിലൊക്കെ പറഞ്ഞിരിക്കുക. അപ്പൊ അത് ഞാൻ കണ്ടുപിടിച്ചതല്ല, എന്നെ ചീത്ത വിളിക്കാനായിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ട് അത് ഫ്ലോപ്പ് അങ്ങനെ ഒന്നുമില്ല. അതും ഇപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ്. അത് കൊറിയൻ പ്രൊഫസർ ആയിട്ടുള്ള പ്രൊഫസർ പാർക്ക് ജെ വു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് അത് കണ്ടുപിടിച്ചത്. അദ്ദേഹം 2010 ഈ ലോകത്തുനിന്ന് പോയി. അപ്പൊ അത് ഡിഫറൻസ് എന്ന് പറഞ്ഞാല് ഈസി ടു ഹാൻഡിൽ ആണ്, ഈസി ടു ട്രീറ്റ് ആണ്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച്, ഇപ്പൊ നമ്മുടെ കുറച്ച് ചെറുപയർ അതുപോലെ അല്ലെങ്കിൽ ഗ്രീൻ പീസ് ഇതൊക്കെ വെച്ചിട്ട് കയ്യിൽ പേസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് സെക്ഷൻസ് ആണ്. അപ്പൊ ഒരു ചെറിയൊരു ഉദാഹരണം പറയണം. ഇപ്പൊ നമുക്കൊരു തൈറോയ്ഡ് പ്രോബ്ലംസ് ഉള്ള ഒരാള് നമ്മുടെ തമ്പിന്റെ ഫസ്റ്റ് ജോയിന്റിന്റെ താഴെ സാധാ ഒരു പേപ്പർ ടാപ്പ് ഉണ്ടല്ലോ, സർജിക്കൽ ടാപ്പ്, അതിൻ്റെ അകത്ത് കുറച്ച് കുരുമുളക് എടുക്കാം. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മളൊന്ന് എന്ത് ചെയ്യുക, ടാപ്പ് ചെയ്യാം. അങ്ങനെ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തൈറോയ്ഡ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. തൊണ്ടവേദന അങ്ങനെയുള്ള ആൾക്കാർക്ക്, അതുപോലെ തന്നെ ടോൺസ്ലൈറ്റിസ്, അതിനൊക്കെ നമുക്ക് ഭയങ്കര ഫലപ്രദമായിട്ട് കിട്ടുന്നുണ്ട്. ഇത് ഹൗ ഡസ് ഇറ്റ് വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഒരു സിമിലാരിറ്റി റൂൾസ് അനുസരിച്ചിട്ടാണ് അതിന്റെ ഒരു സയന്റിഫിക് ആസ്പെക്ട്സും ഫിസിയോളജി ഒക്കെ വരുന്നത്. മാം ഇപ്പൊ യൂഷ്വലി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഹെയർ ഫോൾസ്. അത് യങ്സ്റ്റേഴ്സിൽ ഇപ്പൊ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അത് നോക്കാം അക്യുപഞ്ചറിൽ എന്താണ് ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്? ആക്ച്വലി ഹെയർ ലോസിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മുടി കൂടുതൽ വളർത്തി കൊടുക്കുക അല്ലെങ്കിൽ മുടി കൊഴിയാണ്ടിരിക്കുക എന്നതിനേക്കാൾ ഉപരി അതിന്റെ റൂട്ട് കോസ് നോക്കി ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും വൈറ്റമിൻസിന്റെ മിനറൽസിന്റെ ഒക്കെ ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഇയുടെ ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ വരാം. അപ്പൊ ആ വൈറ്റമിൻ ഇ ശരീരത്തിൽ തന്നെ ഉണ്ടാവാനുള്ള കുറച്ച് അക്യുപഞ്ചർ പോയിന്റ്സ് ചില ഞങ്ങളുടെ നാച്ചുറോപ്പതി ഡോക്ടർ ഉണ്ട് അവിടെ. അപ്പൊ ഡോക്ടർ അതിന്റെ ഹോം റെമഡീസ്, ഡയറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അക്യുപഞ്ചറിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നീഡിൽസും പിന്നെ ഡെർമാ നീഡിൽ എന്ന് പറഞ്ഞിട്ടൊരു നീഡിലുണ്ട്, ഒരു ഹാമർ പോലെ ഇരിക്കും, അതിന്റെ ടിപ്പില് നീഡിൽസ് ആണ്. ഒരു സംശയമാണ്, ഒരുപാട് നീഡിൽസ് ഉപയോഗിക്കുമ്പോൾ പെയിൻഫുൾ ആണോ? ഇല്ല, ഒട്ടും പെയിൻഫുൾ അല്ല. കാരണം മുടിനാരിന് അത്ര തിക്നെസ്സേ ഉള്ളൂ, ഒട്ടും പെയിൻ അല്ല. അപ്പൊ അത്തരം നീഡിൽസ് നമ്മുടെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യാം. അപ്പൊ ടാപ്പ് ചെയ്യുമ്പോൾ ഓൾറെഡി ഡെത്ത് ആയിട്ട് കിടക്കുന്ന ഹെയർ ഫോളിക്കിൾസ് ഒക്കെ ആ ഹെയർ ഫോളിക്കിൾസ് ഓപ്പൺ ആയിട്ട് ന്യൂ മുടികളും ന്യൂ ഹെയർ ഗ്രോത്ത് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ടെൻഡൻസി കൂടുതലാണ്. അപ്പൊ അതിന് നല്ല ഹൈലി എഫക്റ്റീവ് ആണ്. പ്രത്യേകിച്ച് ഈ അലോപേഷ്യ കണ്ടീഷൻസ്. അലോപേഷ്യ എന്ന് പറയുമ്പോൾ ചില വട്ടത്തിലൊക്കെ മുടി പോകുന്ന കണ്ടീഷൻസ് ഉണ്ട് ചിലർക്ക്. ബാൾഡ് അല്ല, ചില ഏരിയയിൽ നിന്ന് മാത്രം മുടി പോകുന്നത്, ദാറ്റ് ഈസ് അലോപേഷ്യ. അപ്പൊ അങ്ങനത്തെ കണ്ടീഷൻസിനും ഇത് ഹൈലി എഫക്റ്റീവ് ആണ്. അപ്പൊ സൗന്ദര്യവർദ്ധനം എന്നുള്ളൊരു മേഖലയിലേക്കാണെന്നുണ്ടെങ്കിലും സൗന്ദര്യവർദ്ധകം എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മളത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് കോസ്മെറ്റിക് അക്യുപഞ്ചർ എന്ന് പറഞ്ഞിട്ട് ആസ്തറ്റിക് നല്ല രീതിയിൽ തന്നെ ഒരു ട്രീറ്റ്മെന്റ് സെക്ഷൻസ് അക്യുപഞ്ചറിലുണ്ട്. അപ്പൊ അതില് നമ്മുടെ മുഖത്ത് തന്നെ ഏകദേശം 50-100 നീഡിൽസ് കുത്തി വെച്ചതായിട്ട് കാണാം. പല സെലിബ്രിറ്റീസും ചെയ്തതൊക്കെ കാണാം. അപ്പൊ അങ്ങനെ വരുമ്പം നമുക്ക് എന്താ പറയാ, ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ശരീരത്തിൽ ഫലിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ചുമ്മാ ഒരു ക്രീമോ അല്ലെങ്കിൽ ഒരു സൗന്ദര്യവർദ്ധക വസ്തുവായിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് ഒന്നും ഇല്ലാണ്ട് ചുമ്മാ കുറെ നീഡിൽ കുത്തി വെച്ചാൽ എങ്ങനെയാണ് മുഖം ഗ്ലോ ആവുക എന്നൊക്കെ പലർക്കും സംശയം തോന്നാം. അതിലെന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ലിംഫാറ്റിക് വെസൽസ് ആക്റ്റീവ് ആവുക എന്നുള്ളതാണ്. അതിലൂടെ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആവും. അപ്പൊ ഈ സൗന്ദര്യവർദ്ധകത്തിന് അല്ലെങ്കിൽ മുഖ സൗന്ദര്യത്തിന് വേണ്ടി നമ്മൾ മുഖത്ത് മാത്രമല്ല നീഡിൽസ് വരാം, നമ്മുടെ ബോഡിയുടെ ചില പാർട്സിലും നീഡിൽസ് വരും. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷനിൽ നമ്മൾ എല്ലാവരും കേൾക്കുന്ന ഒരു വേർഡാണ് ഗ്ലൂട്ടാത്തയോൺ. അപ്പൊ ആ ഗ്ലൂട്ടാത്തയോൺ കുത്തിവെക്കുക, അപ്പൊ വെളുത്തിട്ട് പാറുക എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ പലരുടെയും കൺസെപ്റ്റ് കറുത്ത ആൾക്കാർ മോശവും വെളുത്ത ആൾക്കാർ നല്ലതും. അപ്പൊ കളറിനെ വെച്ചിട്ട് മീൻസ് നമുക്ക് അതൊരു ഇൻസൾട്ടിങ് ആവുന്ന രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ. പക്ഷെ അങ്ങനത്തെ യാതൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ മനസ്സ് നന്നാവുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ചില സെലിബ്രിറ്റീസും അത്തരം ജോലികൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആ ഒരു ഒരു ഉദാഹരണം എയർ ഹോസ്റ്റസ്മാർ അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്ന സാധനം ആക്ച്വലി ദാറ്റ് ഈസ് എ എൻസൈം. ആ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറിൽ നിന്നാണ്. ലിവറിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബൂസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ആ ലിവറിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള ലിവർ സ്വമേധയാ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണത്. അതൊരു ഡീടോക്സിഫിക്കേഷൻ ഓർഗൻ കൂടിയാണ് ലിവർ എന്ന് പറയുന്നത്. അപ്പൊ ആ സ്വമേധയാ ഉള്ള ഈ പറയുന്ന ഗ്ലൂട്ടാത്തയോണിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അക്യുപഞ്ചർ പോയിന്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ കൊളാജന്റെ അളവിനെ കൂട്ടാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ ഫേസിലെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ കുറെ ആൾക്കാർക്കുണ്ട് ഡാർക്ക് സർക്കിൾസ്, പിഗ്മെന്റേഷൻ, പിന്നെ അതുപോലെ തന്നെ ജോ ലൈൻ കറക്ഷൻസ്, സാഗിങ്,
കഴുത്തിലെ ഒക്കെ മസിൽസ് സാഗ് ചെയ്ത് പോകുക, ഫേസ് സാഗ് ചെയ്യുക, ഡബിൾ ചിന്ന്, ഇങ്ങനെയുള്ളവർക്ക് ഒരു ഗ്വാഷ തെറാപ്പി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഗ്വാഷയും ഉണ്ട്, സിലിക്കോൺ കപ്പും ഉണ്ട്. ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഫേസ് യോഗ, ഇതൊക്കെ നമ്മളവിടെ കൊടുക്കുന്നതാണ്. അപ്പൊ ഈ കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ്സിനും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഉറപ്പായിട്ടും. അക്യുപഞ്ചർ സെന്റർ നടത്തണം എന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ ലീഗൽ ഫോർമാലിറ്റീസ് ആണുള്ളത്? അത് കോംപ്ലിക്കേറ്റഡ് ആണോ? അത് എല്ലാവർക്കും നടത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്? ഒരിക്കലും അല്ല. നമ്മൾ ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ നിയമങ്ങളും പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ. അപ്പൊ നമുക്ക് ഇതുവരെ അക്യുപഞ്ചറിന് അങ്ങനെ ലീഗൽ പ്രോബ്ലംസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ പലപ്പോഴും പലരും പറയുന്നതെന്ന് വെച്ചാൽ അക്യുപഞ്ചറിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു മെഡിക്കൽ സിസ്റ്റം ആണെങ്കിൽ പോലും ഒരു ആയുഷിന്റെ അണ്ടറിലോ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ അണ്ടറിലോ ഒന്നും വന്നിട്ടില്ല. അപ്പൊ അത് വരാത്തത് കൊണ്ട് തന്നെ ആ ആക്ട് പ്രകാരം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പല ആക്ടിലും പറയുന്നുണ്ട്, ചിലപ്പോൾ അക്യുപഞ്ചർ ആണെങ്കിൽ പോലും ഏതെങ്കിലും രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ അണ്ടറിൽ ചെയ്യാം. ഇനി മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ഇല്ലെങ്കിലും അവർക്ക് ലൈസൻസ് മുനിസിപ്പാലിറ്റി, ഇപ്പൊ പഞ്ചായത്തിൽ നിന്നൊക്കെ ലൈസൻസ്, പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പല പഞ്ചായത്തിലുണ്ട്, ചില പഞ്ചായത്തിൽ കിട്ടാറില്ല. അപ്പോൾ മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ, മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി രജിസ്ട്രേഷൻ വേണം. പിന്നെ നമുക്കറിയാം, ഒരു ക്ലിനിക്ക് നടത്തണമെങ്കിൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് വേണം. പിന്നെ അവിടെ എന്തെങ്കിലും ഈ പറഞ്ഞ നീഡിൽസ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിന്റെ വേസ്റ്റ് മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. അതും ബയോ വേസ്റ്റ് എടുക്കുന്നത് ചിലപ്പോൾ ഇമേജ് പോലെയുള്ള സംഘടന ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെങ്കിൽ ചില മുനിസിപ്പാലിറ്റിയിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വരെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പാലിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇപ്പൊ എന്റെ ക്ലിനിക്കിലൊക്കെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഒരു മൈന്യൂട്ട് കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഇതിനിപ്പോ അസോസിയേഷൻ ഇല്ല, അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് കിടക്കുന്നത്. അപ്പൊ ഈ അസോസിയേഷൻ, ഇപ്പൊ നമുക്ക് ഈ അക്യുപഞ്ചർ എന്ന് പറയുന്നത് ശരിക്കും ഗവൺമെന്റ് അസോസിയേഷൻ ഉണ്ട്. അത് എവിടെയാന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിലും വെസ്റ്റ് ബംഗാളിലൊക്കെ നമുക്കതിന് അസോസിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. കൗൺസിലുണ്ട്, അസോസിയേഷൻ അല്ല കൗൺസിൽ. കാരണം ഇതില് നമുക്ക് എന്താ പറയാ, കേരളത്തിൽ കൗൺസിലൊന്നും ഇല്ല. അതിന് കാരണം തന്നെ പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതുകൊണ്ടും ഇതിനൊരു ശരിക്കും ഒരു റെഗുലേറ്ററി ബോർഡൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വരാത്തത്. ഇപ്പൊ ഞങ്ങള് ഒരു കേരളത്തിലുള്ള കുറച്ച് അക്കാഡമി ഡയറക്ടേഴ്സ് ഉണ്ട്, നമ്മൾ ഇവിടെ സ്ഥാപനം നടത്തുന്ന അക്കാഡമി ഡയറക്ടേഴ്സിന്റെ ഒരു കൂട്ടായ്മ ഉണ്ട്, AJC എന്നാ പറയാ, അക്യുപഞ്ചർ ജോയിന്റ് കൗൺസിൽ. ഞങ്ങൾ ഇതുപോലെ തന്നെ എല്ലാ മന്ത്രിമാരെയും കണ്ട് എല്ലാ MLA-മാരെയും കണ്ട് നിവേദനം കൊടുത്തിട്ട് അങ്ങനെയൊക്കെ നമ്മളൊരു കൗൺസിൽ രൂപീകരിക്കാനായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ആ ഒരു ഇത് ഇപ്പൊ ലീഗലി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ആകും എന്നാണ് പ്രതീക്ഷ. അപ്പൊ മാഡത്തിന്റെ സെന്റർ എവിടെയൊക്കെയാണ് ലൊക്കേഷൻസ്? നമുക്കിപ്പോ മെയിൻ ഉള്ളത്, എന്റെ മെയിൻ ബ്രാഞ്ച് വരുന്നത് കൊച്ചി കളമശ്ശേരിയിലാണ്, പിന്നെ വരുന്നത് തലശ്ശേരിയിലാണ്, പിന്നെ കോട്ടക്കൽ, ലക്ഷദ്വീപ്.